അത് ബേസിക്കലി ഫോക്കസ് ചെയ്യാനുള്ളൊരു ഇതാണ്. ഡിസ്പ്ലേ ഈസ് എ സെക്കൻഡറി. ഈച്ച് ഡേ നമുക്ക് ഫോക്കസ് ചെയ്യാൻ ഒരു സാധനം വേണമല്ലോ. നമ്മുടെ മനസ്സിൽ എന്നും ആദർശ് ജീവിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു മാളും ഈ ഒരു ഹൈപ്പർ മാർക്കറ്റും നമ്മുടെ ആൾക്കാരെയും വിട്ടിട്ട് ഒരിക്കലും ആദർശിന് പോകാൻ പറ്റില്ല. ചില ഓർമ്മകളുണ്ട്, മറവിക്ക് പോലും മായ്ക്കാനാകാത്ത ഓർമ്മകൾ. അതുപോലെ ചില മുഖങ്ങളുമുണ്ട്, മരണം കവർന്നെടുത്താലും മനസ്സിൽ നിന്നും പടിയിറങ്ങാൻ കൂട്ടാക്കാത്ത ചില സൗമ്യമുഖങ്ങൾ. ഹൃദയത്തിൻ്റെ ചെപ്പിൽ നനുത്ത വെൺതൂവലായി അവരെന്നും ചിരപ്രതിഷ്ഠരായിരിക്കും. അത്തരക്കാർക്ക് അവരുടെ ഓർമ്മകൾക്ക് എന്തു മരണം. ലുലുവിൻ്റെ ഇടനാഴികളിൽ ആ ഓർമ്മകൾ ബാക്കിയാക്കിയാണ് പ്രിയപ്പെട്ട ആദർശ് നടന്നകന്നത്. കേവലം ഒരു സഹപ്രവർത്തകനെ മാത്രമല്ല നമുക്ക് നഷ്ടമായിരിക്കുന്നത്. പലർക്കും ആദർശ് നല്ലൊരു സുഹൃത്താണ്, ചിലർക്ക് ഒരു ഉപദേശകൻ, എല്ലാത്തിനുമുപരി ആത്മാർത്ഥ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ശൈലിയും പ്രൊഫഷണൽ മികവുമെല്ലാം നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമാണ്. തിരുവനന്തപുരം ലുലു മാളിന്റെ പ്രവർത്തനങ്ങളിലുടനീളം ആദർശിന്റെ സാന്നിധ്യം പ്രകടമായിരുന്നു. നെടും തൂണായി ആദർശ് എല്ലായിടങ്ങളിലും നിറഞ്ഞു നിന്നു. ഞാൻ എല്ലാ സൺഡേകളിലും ഞാനിങ്ങനെ ഷോപ്പിൽ ചുമ്മാ വെറുതെ ഒന്ന് ഇറങ്ങും. അപ്പോൾ ഈ ആദർശ് ഓടി വരും, എൻ്റെ കൂടെ കംപ്ലീറ്റ് സ്ഥലമൊക്കെ നടന്ന് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് അവസാനം ഞങ്ങളിവിടെ മേളിൽ പോയിരുന്നൊരു ചായയൊക്കെ കുടിച്ച് പിരിയുന്ന ഒരു പതിവ് എല്ലാ ആഴ്ചയിലും ഉള്ളതാണ്. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോൾ ആദർശിനെ കാണാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അറിയുന്നത് ആദർശ് ഇല്ല എന്നുള്ളൊരു വാർത്തയാണ്. തികഞ്ഞ ഉത്തരവാദിത്തമായിരുന്നു തൊഴിലിനോടും തൊഴിലിടത്തോടുമുള്ള അദ്ദേഹത്തിന്റെ സമീപനം. വിട പറയുന്ന നിമിഷം വരെയും ഡെപ്യൂട്ടി ജനറൽ മാനേജർ എന്ന തസ്തികയിൽ തന്നെ സ്വയം അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ആദർശ് കടന്നുപോയത്. ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ആയിരുന്നു ആദർശ്. വളരെ സൗമ്യമായി സംസാരിക്കുകയും എല്ലാവരോടും ഒരു നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുമായിരുന്നു ആദർശ്. ആദർശിന്റെ സംഭാവനകൾ ലുലു ഗ്രൂപ്പിന്റെ ചരിത്രത്തിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത അധ്യായമായി അവശേഷിക്കും. ആദർശ് 2018 നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത്. അന്ന് മുതലേ എൻ്റെ കൂടെ തന്നെയായിരുന്നു ആദർശ്. ആളൊരു ഹാർഡ് വർക്കും വർക്കിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റും എന്തായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും. പക്ഷേ നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എണീറ്റ് നിന്ന് ആദർശിൻ്റെ ആത്മാവിന് വേണ്ടി ഒരു മിനിറ്റ് മൗന പ്രാർത്ഥന നടത്താം.